ഹായ് ഹലോ വെൽക്കം ടു മൈ ഈവനിങ് വ്ളോഗ്. എൻ്റെ ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സമയമാണ് ഈ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആ സമയം. കാരണം അമ്മ എല്ലാവരും എന്നോട് പറയും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങരുതെന്ന്. പക്ഷേ എത്രത്തോളം എന്നോട് പറയണോ അത്രത്തോളം എനിക്ക് ഉറക്കം വരും. ഞാൻ എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ. എന്നാൽ ഉറങ്ങി നീച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സുഖം ഉണ്ടാവോ? അതുമില്ല. ഇങ്ങനെ തലയ്ക്കൊരു ഓളുള്ള പോലെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയാലാണ് എനിക്കൊരു ആശ്വാസം കിട്ടുക. അതോ എനിക്ക് മാത്രമാണ് ഈ തലയ്ക്കോളം? ഇതേപോലെ പ്രഗ്നൻസി ടൈമിൽ ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങി ആ ഓളൊക്കെ ഒന്ന് തിരിച്ച് കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഈവനിങ് സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ എന്നൊരു തോന്നൽ. വലിയ ഇതാണോയെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ടൊരു സ്പെഷ്യൽ സാധനം എല്ലാവർക്കും അറിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യം കുറച്ച് എണ്ണ എടുക്കുക. കുറച്ച് എണ്ണ എന്താണെന്നറിയാലോ, വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ സ്വർണത്തിനേക്കാളും വിലയാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ അമ്മേനോട് അമ്മ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ ആദ്യം പറയും ഉണ്ടാക്കിക്കോ, പക്ഷെ കുറച്ച് എണ്ണ എടുത്തിട്ട് മതിയെന്ന്. അപ്പം അത് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കരിവേപ്പില ഇടുക, അത് കഴിഞ്ഞിട്ട് വറുമുളകൊന്ന് പൊട്ടിച്ചിടുക. അതൊന്ന് മൂത്തുനിന്ന് കാണുമ്പോൾ കുറച്ച് വെല്ലുള്ളി ഇടുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. രാവിലത്തെ ഒരു പുട്ട് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മസാലപ്പുട്ട് ഉണ്ടാക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, അധികം പണിയൊന്നുമില്ല, സിമ്പിളാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. രാവിലത്തെ ഒരു പുട്ട് ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ച് വൈകുന്നേരം ഒരു മാവാക്കുന്നു. അത് ചായയുടെ ഒപ്പം കഴിക്കാനുള്ള ടേസ്റ്റ്. ഉണ്ടാക്കി നോക്കാത്തവരും കഴിച്ച് നോക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു കട്ടൻ ചായയും വെച്ച് വൈകുന്നേരത്തെ പണികളുണ്ടായിരുന്നു, അടിച്ച് വാരണം. പിന്നെ അടുക്കളയിൽ ഈ ചെയ്തു പോയതിൻ്റെ കുറച്ച് പണികളുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ചായ കുടിക്കാനിരുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. നമുക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നിയാൽ അത് അപ്പം പോയി ഉണ്ടാക്കുക. അത് സിമ്പിളാണെങ്കിൽ പിന്നെ നോക്കും വേണ്ട. അപ്പം എല്ലാം പറഞ്ഞ പോലെ എൻ്റെ ഈ ഈവനിങ് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.